എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ചൊരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഷോർട്സിൻ്റെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സാലറി, ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഫുൾ വീഡിയോയിൽ പറയുന്നത്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വേക്കൻസിയാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം റിക്രൂട്ട്മെൻറ്റിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നോക്കാം. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മധ്യപ്രദേശ് ആൻഡ് ഛത്തീസ്ഗഡ് റീജിയൻ റിക്രൂട്ട്മെൻറ്റ് ആണ്. ഓഫീസ് ഓഫ് ദി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് MP ആൻഡ് CG റീജിയൻ ഭോപ്പാലാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. പോസ്റ്റ് നെയിം വരുന്നത് ക്യാൻറ്റീൻ അറ്റൻഡൻ്റ് ആണ്. ഇത് ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് നോൺ മിനിസ്ട്രിയൽ പോസ്റ്റാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ ക്യാൻറ്റീനിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ്. ആകെ 7 വേക്കൻസീസാണ് ഉള്ളത്. പോസ്റ്റ് വൈസ് വേക്കൻസി നോക്കാം. ജനറൽ 3 പോസ്റ്റാണുള്ളത്. SC 1 പോസ്റ്റ്, ST 1 പോസ്റ്റ്, OBC 1 പോസ്റ്റ്, EWS 1 പോസ്റ്റ്. അങ്ങനെ ടോട്ടൽ 7 പോസ്റ്റാണുള്ളത്. എക്സ് സർവീസ്മാൻ, PWBD തുടങ്ങിയ കാറ്റഗറിക്കാർക്ക് റിസർവേഷൻ ഉണ്ടാവും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. +2 അല്ലെങ്കിൽ ഡിഗ്രി നിർബന്ധമില്ല. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് റിക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നുള്ളതായിരിക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയയുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പാക്കുക. കാൻഡിഡേറ്റിൻ്റെ പ്രായം മിനിമം 18 വയസ്സും മാക്സിമം 25 വയസ്സും ആയിരിക്കണം. ഏജ് കാൽക്കുലേഷൻ ഓഗസ്റ്റ് 31, 2026 അടിസ്ഥാനമാക്കിയാണ്. റിസർവ്ഡ് കാറ്റഗറി കാൻഡിഡേറ്റിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷൻ ലഭിക്കും. അതുകൊണ്ട് SC, ST, OBC, PWBD തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കബിൾ റിലാക്സേഷൻ കൂടി പരിശോധിക്കുക. ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് പോസ്റ്റിൻ്റെ പേ ലെവൽ 1 പ്രകാരം സാലറി വരുന്നത് 18,000 മുതൽ 56,900 വരെയാണ്. 2026 ഓഗസ്റ്റ് 31 രാത്രി 11 മണി വരെയാണ് അപ്ലിക്കേഷൻ നൽകാനുള്ള അവസാന സമയം. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ നേരത്തെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഫീസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൽ അപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല. സെലക്ഷൻ പ്രോസസ്സ്: ഈ റിക്രൂട്ട്മെൻറ്റിൽ ആദ്യം അപ്ലിക്കേഷൻസ് സ്ക്രൂട്ടിനി ചെയ്ത് 10th ക്ലാസ് മാർക്ക് അടിസ്ഥാനമാക്കി കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് ശേഷം റിട്ടേൺ എക്സാമിനേഷൻ, തുടർന്ന് സ്കിൽ ടെസ്റ്റ്, അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്നിങ്ങനെയുള്ള സ്റ്റേജസ് ഉണ്ടാകും. ഫൈനൽ സെലക്ഷൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് അനുസരിച്ചായിരിക്കും. അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നോക്കാം. 10th മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, ആധാർ കാർഡ് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സിഗ്നേച്ചർ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ, EWS സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ, PWBD സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ, എക്സ് സർവീസ്മാൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ, ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യുന്നതിനുള്ള റിലവൻസ് സർട്ടിഫിക്കറ്റ്, മറ്റ് ആവശ്യമായ സർട്ടിഫിക്കറ്റ്. അപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയാണ്. ഒഫീഷ്യൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് MP ആൻഡ് CG റീജിയൻ വെബ്സൈറ്റ് വഴിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിജിനെസ്റ്റ് ഓൺലൈൻ സർവീസിൽ അപ്ലിക്കേഷൻ അസിസ്റ്റൻസ് ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ സംബന്ധിച്ച ഡീറ്റെയിൽസ് അറിയാനും ഓൺലൈൻ അപ്ലിക്കേഷൻ അസിസ്റ്റൻസിനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സെൻട്രൽ ഗവൺമെൻറ് ജോബ്, റെയിൽവേ ജോബ്, ബാങ്ക് ജോബ്സ്, കേരള PSC അപ്ഡേറ്റ്സ് തുടങ്ങിയ ലേറ്റസ്റ്റ് ജോബ് അപ്ഡേറ്റ്സ് അറിയാൻ ഡിജിനെസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ജോബ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.